ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരുടെയും ഓൺലൈൻ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്? അതെ, എല്ലാവർക്കും സ്കൂളിൽ പോയി കൂട്ടുകാരുടെ ഒപ്പം പഠിക്കാനാണ് ഇഷ്ടം, അല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അധ്യായം ഏതായിരുന്നു? ജലം. നമുക്കറിയാം, ജലം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ്, അല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് ഒരു കഥയിലൂടെ ആരംഭിച്ചാലോ? ദാമുവും ഗോപുവും സഹോദരങ്ങളാണ്. ദാമുവിന്റെ മൂത്ത സഹോദരനാണ് ഗോപു. ഒരു ദിവസം ദാമുവും ഗോപുവും തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് ഉത്സവം കാണാൻ പോയി. നമുക്കറിയാം, ഉത്സവത്തിന് പോകുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതെ, കളിപ്പാട്ടങ്ങൾ, ബലൂൺ തുടങ്ങിയവ. ഇതുപോലെ ദാമുവിനും പലതരത്തിലുള്ള ബലൂണുകൾ കണ്ടപ്പോൾ വാങ്ങുവാനായി ആഗ്രഹം തോന്നി. ദാമുവിന്റെ സഹോദരൻ ഗോപു എന്ത് ചെയ്തു? ദാമുവിന് ബലൂണുകൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ വെച്ച് ദാമു ബലൂൺ കളിക്കുന്നതിനിടയിൽ അത് പൊട്ടിപ്പോയി. ദാമുവിന് വളരെയധികം സങ്കടമായി. ദാമുവിനെ സങ്കടം മാറ്റുന്നതിന് വേണ്ടി ഗോപു ഒരു പരീക്ഷണം ചെയ്തു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ഗോപു ഒരു കൊച്ചു ശാസ്ത്രജ്ഞനാണ്. തൻ്റെ വീട്ടിൽ ഒരു പരീക്ഷണശാലയൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പരീക്ഷണശാലയിലേക്ക് പോയി. അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരിയുടെ അടുത്തേക്ക് വായു നിറച്ച ബലൂണും ജലം നിറച്ച ബലൂണും കൊണ്ടുവന്നു. ഏത് ബലൂണായിരിക്കും ആദ്യം പൊട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കാം അത് ആദ്യം പൊട്ടുവാനുള്ള കാരണം? നിങ്ങൾക്ക് ഇത് അറിയുവാൻ താല്പര്യമില്ലേ? നമുക്ക് ദാമുവിനെയും ഗോപുവിനെയും സഹായിച്ചാലോ? ഈ പരീക്ഷണം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ താല്പര്യമില്ലേ? ഈ പരീക്ഷണം ചെയ്യുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരേ വലിപ്പമുള്ള ജലം നിറച്ച ഒരു ബലൂണും അതുപോലെ തന്നെ വായു നിറച്ച ഒരു ബലൂണും, 2 മെഴുകുതിരികൾ ആവശ്യമാണ് ഇതിന്. അതുപോലെ തന്നെ ഒരു ലാമ്പും വേണം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത്, കത്തിച്ചു വെച്ച 2 മെഴുകുതിരിയുടെ അടുത്തേക്ക് ജലം നിറച്ച ഒരു ബലൂണും മറ്റൊന്നിൻ്റെ അടുത്തേക്ക് വായു നിറച്ച ബലൂണും കൊണ്ടുവരിക. ഏതാണ് ആദ്യം പൊട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് ചെയ്യുന്നതിന് മുൻപായി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ബലൂണാണ് ആദ്യം പൊട്ടുന്നത്, അതുപോലെ തന്നെ ജലം നിറച്ച ബലൂണും വായു നിറച്ച ബലൂണും പൊട്ടുവാനെടുക്കുന്ന സമയവും നോട്ട്ബുക്കിൽ കുറിക്കുക. ഇനി നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാം. എല്ലാവർക്കും പരീക്ഷണം ചെയ്തത് മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം. ആദ്യം തന്നെ എല്ലാവരും ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഏത് ബലൂണാണ് ആദ്യം പൊട്ടിയത്? ഏത് ബലൂണാണ് ആദ്യം പൊട്ടിയത്? ഏത് ബലൂണായിരിക്കും ആദ്യം പൊട്ടിയത്? വായു നിറച്ച ബലൂണാണോ ജലം നിറച്ച ബലൂണാണോ? ആദ്യത്തെ ഗ്രൂപ്പ് പറയും, ഏത് ബലൂണാണ് ആദ്യം പൊട്ടിയത്? അതെ, വായു നിറച്ച ബലൂൺ. കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം,
വായു നിറച്ച ബലൂൺ പൊട്ടാൻ എത്ര സമയമെടുത്തു? വായു നിറച്ച ബലൂൺ പൊട്ടാൻ എത്ര സമയമെടുത്തു? ഞാൻ പരീക്ഷണം ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു, വായു നിറച്ച ബലൂണും ജലം നിറച്ച ബലൂണും പൊട്ടാൻ എടുക്കുന്ന സമയം നോട്ടിൽ കുറിക്കണമെന്ന്. എല്ലാവരും അത് നോട്ട് ചെയ്തോ? എന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വായു നിറച്ച ബലൂൺ പൊട്ടാൻ എത്ര സമയമാണ് എടുത്തത്? രണ്ടാമത്തെ ഗ്രൂപ്പ് പറയൂ. 3 സെക്കൻഡ്. ഓക്കെ, വായു നിറച്ച ബലൂൺ പൊട്ടാനെടുത്ത സമയം 3 സെക്കൻഡാണ്. മൂന്നാമത്തെ ചോദ്യം, ജലം നിറച്ച ബലൂൺ പൊട്ടാനെടുത്ത സമയം എത്രയാണ്? ജലം നിറച്ച ബലൂൺ പൊട്ടാൻ എടുത്ത സമയം എത്രയാണ്? മൂന്നാമത്തെ ഗ്രൂപ്പ് പറയാമോ? ജലം നിറച്ച ബലൂൺ പൊട്ടാനെടുത്ത സമയം എത്രയാണ്? അതെ, 15 സെക്കൻഡ്. കറക്റ്റാണ്. ഇനി നാലാമത്തെ ചോദ്യം, വായുവിനെ അപേക്ഷിച്ച് താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവ് കൂടുതലാണോ കുറവാണോ? നമുക്കറിയാം, വായു നിറച്ച ബലൂണും ജലം നിറച്ച ബലൂണും എടുത്തപ്പോൾ ഏറ്റവും പെട്ടെന്ന് പൊട്ടിയത് ഏതാണ്? വായു നിറച്ച ബലൂൺ അല്ലേ? ഏറ്റവും സാവധാനം പൊട്ടിയത് ഏതാണ്? ജലം നിറച്ച ബലൂൺ അല്ലേ? ഇനി നിങ്ങൾക്ക് പറയാമോ, വായുവിനെ അപേക്ഷിച്ച് താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവ് കൂടുതലാണോ കുറവാണോ? നാലാമത്തെ ഗ്രൂപ്പ് ഒന്ന് പറയാമോ? അതെ, കൂടുതലാണ്. കറക്റ്റാണ്. വായുവിനെ അപേക്ഷിച്ച് താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവ് കൂടുതലാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ തുല്യ അളവിലുള്ള ജലത്തിനും എണ്ണയ്ക്കും ഒരേ അളവിൽ താപം നൽകിയാൽ ഏതായിരിക്കും ആദ്യം ചൂടാവുന്നത്? നമുക്കറിയാം, മെഴുകുതിരിയുടെ അടുത്തേക്ക് വായു നിറച്ച ബലൂണും ജലം നിറച്ച ബലൂണും കൊണ്ടുവന്നപ്പോൾ ഏതാണ് ആദ്യം ചൂടായത്? അതെ, വായു നിറച്ച ബലൂൺ. കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, തുല്യ അളവിൽ ജലത്തിനും എണ്ണയ്ക്കും ഒരേ അളവിൽ താപം നൽകിയാൽ ഏതാണ് ആദ്യം ചൂടാവുന്നത്? അതെ, കറക്റ്റാണ്, എണ്ണ. താപം താങ്ങാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ? ഇവിടെ ആദ്യം ചൂടായത് ഏതാണ്? എണ്ണ. സാവധാനം ചൂടായത് ഏതാണ്? ജലം. ഓക്കെ, ഇനി പറയാമോ, താപം താങ്ങാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ? ഒന്നാമത്തെ ഗ്രൂപ്പ് പറയാമോ? ഇവിടെ താപം താങ്ങാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ? അതെ, ജലത്തിന്. കറക്റ്റാണ്. ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്? രണ്ടാമത്തെ ഗ്രൂപ്പ് പറയാമോ? നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? അതെ, താപം താങ്ങാനുള്ള കഴിവ് ജലത്തിലാണ് കൂടുതൽ അല്ലേ? ഓക്കെ, കറക്റ്റാണ്. അതായത് താപം താങ്ങാനുള്ള കഴിവ് ജലത്തിന് കൂടുതലാണ്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട്. ഈ കഴിവിനെയാണ് നമ്മൾ താപധാരിത എന്ന് പറയുന്നത്. എന്താണ് താപധാരിത എന്ന് പറയുന്നത്? മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങുവാനുള്ള കഴിവ് ജലത്തിനുണ്ട്. ഈ കഴിവിനെ താപധാരിത എന്ന് പറയുന്നു. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതൂ, എന്താണ് താപധാരിത എന്ന്. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ? നിങ്ങൾ എഴുതിയത് ഒന്ന് വായിക്കാമോ? അതെ, മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങുവാനുള്ള കഴിവ് ജലത്തിനുണ്ട്. ഈ കഴിവിനെ താപധാരിത എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എല്ലാവരും തന്നിരിക്കുന്ന ചിത്രം നന്നായി ശ്രദ്ധിക്കൂ. എന്താണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്? അതെ, ജലവും എണ്ണയും തണുത്ത് കട്ടിയാകുന്നതിന് മുൻപും ശേഷവുമുള്ള ചിത്രമാണ്. കറക്റ്റാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണുത്ത് കട്ടിയാകുന്നതിന് മുൻപും ശേഷവുമുള്ള എണ്ണയുടെയും ജലത്തിൻ്റെയും അളവ് എങ്ങനെയാണ്? ഒരുപോലെയാണോ? വ്യത്യാസമുണ്ടോ? ഏതിനാണ് കൂടുതൽ, ഏതിനാണ് കുറവ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും
എല്ലാവരും നന്നായി ശ്രദ്ധിക്കൂ. ഇനി നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം. എല്ലാവരും ഗ്രൂപ്പുകളായി ഇരിക്കൂ. ഓക്കെ. ആദ്യത്തെ ചോദ്യം, ജലം തണുത്തുറഞ്ഞ് ഐസായപ്പോൾ വ്യാപ്തത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു? എല്ലാവരും ചിത്രം നന്നായി ശ്രദ്ധിക്കൂ. ഇനി നിങ്ങൾക്ക് പറയാമോ, ജലം തണുത്തുറഞ്ഞ ഐസായപ്പോൾ വ്യാപ്തത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു? വ്യാപ്തം കൂടുതലാണോ അതോ കുറവാണോ? ഒന്നാമത്തെ ഗ്രൂപ്പ് പറയാമോ, എന്ത് മാറ്റമാണ് ജലം ഐസായപ്പോൾ സംഭവിച്ചത്? അതെ, വ്യാപ്തം കൂടുതലാണ്. കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയായപ്പോൾ വ്യാപ്തത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? രണ്ടാമത്തെ ഗ്രൂപ്പ് പറയാമോ, എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയായപ്പോൾ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വ്യാപ്തം കൂടിയോ അതോ കുറഞ്ഞോ? അതെ, വ്യാപ്തം കുറഞ്ഞു. കറക്റ്റാണ്. ഇനി സാന്ദ്രത കാണുവാനുള്ള സമവാക്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് സാന്ദ്രത കാണുവാനുള്ള സമവാക്യം? മൂന്നാമത്തെ ഗ്രൂപ്പിൽ പറയാമോ, സാന്ദ്രത കാണുവാനുള്ള സമവാക്യം എന്താണെന്ന്? അതെ, ഭാരം ഡിവൈഡഡ് ബൈ വ്യാപ്തം. കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ ജലം ഐസായപ്പോൾ അതിന്റെ സാന്ദ്രത കൂടുതലാണോ കുറവാണോ? എല്ലാവരും ഈ സമവാക്യം നന്നായി ശ്രദ്ധിക്കൂ. സാന്ദ്രത = ഭാരം ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ്. നമുക്കറിയാം, ജലം ഐസായപ്പോൾ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതെ, വ്യാപ്തം കൂടി. അപ്പോൾ സാന്ദ്രത കുറഞ്ഞോ കൂടിയോ? അതെ, കറക്റ്റാണ്. സാന്ദ്രത കുറഞ്ഞു. അപ്പോൾ ജലം തണുത്തുറഞ്ഞ ഐസായപ്പോൾ എന്ത് സംഭവിച്ചു? സാന്ദ്രത കുറഞ്ഞു. ഓക്കെ. ഇനി ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയാണോ കുറഞ്ഞവയാണോ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഐസിന് സാന്ദ്രത കൂടുതലാണോ കുറവാണോ? അതെ, ഐസിന് സാന്ദ്രത കുറവാണ് അല്ലേ? ജലത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഇനി പറയാമോ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയാണോ സാന്ദ്രത കുറഞ്ഞവയാണോ പൊങ്ങിക്കിടക്കുന്നത്? നാലാമത്തെ ഗ്രൂപ്പ് പറയാമോ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയാണോ കുറഞ്ഞവയാണോ പൊങ്ങിക്കിടക്കുന്നത്? വെരി ഗുഡ്. സാന്ദ്രത കുറഞ്ഞവ. കറക്റ്റാണ്. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്? അതായത്, ജലം തണുത്തുറഞ്ഞ് ഐസായപ്പോൾ എന്ത് സംഭവിച്ചു? വ്യാപ്തം കൂടി. അപ്പോൾ സാന്ദ്രത കുറഞ്ഞു. അതുപോലെ എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയായപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതെ, വ്യാപ്തം കുറഞ്ഞു, സാന്ദ്രത കൂടി. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്? വെരി ഗുഡ്. ജലം തണുത്തുറഞ്ഞ ഐസായപ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയായപ്പോൾ വ്യാപ്തം കുറയുകയും സാന്ദ്രത കൂടുകയും ചെയ്യും. കറക്റ്റാണ്. എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാമോ? ജലം തണുത്തുറഞ്ഞ് കട്ടിയായപ്പോൾ വ്യാപ്തം കൂടുന്നു.
കുറയുന്നു. ജലം തണുത്തുറഞ്ഞ് കട്ടിയാകുമ്പോൾ വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുന്നു. അതുപോലെ തന്നെ എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയാകുമ്പോൾ വ്യാപ്തത്തിനും സാന്ദ്രതയ്ക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതൂ. എല്ലാവരും എഴുതിയോ? നിങ്ങൾ എഴുതിയ ഉത്തരം വായിക്കാമോ? അതെ, എണ്ണ തണുത്തുറഞ്ഞ് കട്ടിയാകുമ്പോൾ വ്യാപ്തം കുറയുന്നു, സാന്ദ്രത കൂടുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും തന്നിരിക്കുന്ന ചാർട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്? അതെ, സ്വഭാവം, അതായത് വ്യാപ്തം, സാന്ദ്രത, പൊങ്ങിക്കിടക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഏതിൻ്റെയൊക്കെയാണ്? അതായത് ജലം, ഐസ്. ഇതില് ഈ സവിശേഷതകൾ കൂടുതലുള്ള വസ്തുവിന് നേരെ ടിക്ക് ചെയ്യുക. ആദ്യം തന്നെ എല്ലാവരും ഈ പട്ടിക നമ്മുടെ എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. എല്ലാവരും വരച്ചോ? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏതാണ്? വ്യാപ്തം. വ്യാപ്തം ജലത്തിനാണോ ഐസിനാണോ കൂടുതൽ? നമുക്കറിയാം, ജലം തണുത്തുറഞ്ഞ് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ വ്യാപ്തം കൂടുതൽ ഏതിനാണ്? ജലത്തിനാണോ ഐസിനാണോ? അതെ, കറക്റ്റാണ്, ഐസ്. ഇനി രണ്ടാമത്തേത് സാന്ദ്രത. സാന്ദ്രത എങ്ങനെയാണ്? ജലത്തിനാണോ ഐസിനാണോ കൂടുതൽ? നമുക്കറിയാം, ജലത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുന്നു, അല്ലേ? ഐസിന് അവിടെ സാന്ദ്രത കൂടുതലാണോ കുറവാണോ? സാന്ദ്രത കുറവാണ്. ഇനി പറയാമോ, സാന്ദ്രത ജലത്തിനാണോ ഐസിനാണോ കൂടുതൽ? അതെ, ജലത്തിന്. അടുത്തത് പൊങ്ങിക്കിടക്കുന്നത്. പൊങ്ങിക്കിടക്കുന്നത് കൂടുതൽ ഏതിനാണ്? ജലത്തിനാണോ ഐസിനാണോ? അതെ, നമുക്കറിയാം, ഐസിനാണ്, അല്ലേ? കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്? അതെ, ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അതുപോലെ എണ്ണ ഘനീഭവിച്ച് കട്ടയാകുമ്പോൾ സാന്ദ്രത കൂടുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി പറയുന്ന ചോദ്യം എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ജലം ഖരമാകുമ്പോൾ വ്യാപ്തം കൂടുന്നത് ധ്രുവപ്രദേശങ്ങളിലെ ജലജീവികളുടെ നിലനിൽപ്പിന് എങ്ങനെ സഹായകമാകും? എല്ലാവരും എഴുതിയോ? ഓക്കെ, ഇനി ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ആദ്യത്തെ ഗ്രൂപ്പ് ഒന്ന് വായിക്കാമോ? എന്താണ് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരമെന്ന്? അതെ, ജലം ഖരമാകുമ്പോൾ വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുന്നു, അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ ജലത്തിന് തണുപ്പ് ഇരച്ചു കയറാതിരിക്കാൻ ഒരു കവചമായി ഐസ് പാളികൾ വർത്തിക്കുന്നു. ഒരു നിശ്ചിത താപനിലയിൽ ജലം ഐസാകാതെ ഐസ് പാളികൾക്കടിയിൽ നിലനിൽക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ആദ്യത്തെ ചോദ്യം, ജലം തണുത്തുറഞ്ഞ് ഐസാകുമ്പോൾ വ്യാപ്തത്തിനും സാന്ദ്രതയ്ക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്താണ് താപധാരിത? മൂന്നാമത്തെ ചോദ്യം, ജലത്തിൻ്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നിത്യജീവിതത്തിൽ നിന്ന് കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു.